മദീന പോലെ വേറൊരു നാടുണ്ടോ? മദീനയിൽ കിടക്കാൻ ആഗ്രഹിച്ചവരല്ലേ എല്ലാവരും. മഹാനായ മുഹമ്മദ് ബിൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. മദീനയിൽ മരണപ്പെട്ട് മദീനയിൽ മരിച്ച് ജന്നത്തുൽ ബഖീൽ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ട് മദീന വിട്ട് വേറെ എവിടെയും പോയില്ല. മദീന വിട്ടു പോകാൻ ഇഷ്ടപ്പെട്ടില്ല. മദീനയിൽ ജീവിച്ച് മദീനയിൽ മരിക്കണം. മദീന പള്ളിയിൽ വർഷങ്ങളോളം ദർസ് നടത്തി മഹാനായ അനസ് ബിൻ മാലിക് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത് മദീന അതൊരു വല്ലാത്ത വികാരമാണ്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു വേറെ എവിടെയും പോയില്ല. മദീന വിട്ടു പോകാൻ ഇഷ്ടപ്പെട്ടില്ല. മദീനയിൽ ചെരുപ്പ് ധരിച്ച് നടന്നില്ല. മദീനയിൽ വാഹനത്തിലൂടെ യാത്ര ചെയ്തില്ല. മദീനയുടെ ഹറമിന്റെ പരിധിയിൽ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു കാഷ്ടിച്ചില്ല. 3 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കും. അതേ കാഷ്ടിക്കേണ്ട സമയം വരുമ്പോ മദീനയുടെ അതിർത്തിയുടെ പുറത്ത് പോകും. നടന്ന് യാത്ര ചെയ്യും. അങ്ങനെ മദീനയെ സ്നേഹിച്ചു. ഹജ്ജിന് പോകാനുള്ള വല്ലാത്ത ഒരു ഉത്കടലമായ ആഗ്രഹം. അല്ലാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കണം. മദീന വിട്ടു പോകാൻ മനസ്സൊരു വേജാറ്. ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ഹജ്ജിന് പോകാനുള്ള ആഗ്രഹമാണ്. എന്ത് ചെയ്യും? മദീന എപ്പോഴാണ് എന്റെ മരണമുണ്ടാവുക? മദീനയിൽ വെച്ച് മരിക്കാൻ എനിക്ക് കഴിയൂലേ? ആ മരണം അതേ ഞാൻ ഇവിടുന്ന് പോയ സമയത്താകുമോ എന്ന് ചിന്തിച്ചിട്ട് അതിനൊരു പരിഹാരം കാണണമെന്ന നിലക്ക് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അതാ മദീന പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. രാത്രിയായപ്പോ ഉറക്കിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കിൽ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. 5 വിരലുകളും നിവർത്തിയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അല്ലയോ മഹാനവറുകളെ, ഞാൻ മുത്തു റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. എനിക്കതിന്റെ വ്യാഖ്യാനം അറിയണം. എന്താണ് അത് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാ ഇനി 5 ദിവസം മാത്രമേ ഞാൻ ജീവിക്കൂ എന്നാണോ? ഇനി 5 വർഷമാണ് ഞാൻ ജീവിക്കുക എന്നാണോ? ഇനി 5 മാസമാണ് ഞാൻ ജീവിക്കുക എന്നാണോ? ഇനി അതല്ല 5 കൊല്ലമാണോ ഞാൻ ജീവിക്കുക എന്നാണോ? 5 മണിക്കൂർ ജീവിക്കുക എന്നാണോ? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കയ്യാക്കിയതിന്റെ ഉദ്ദേശം? ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ച് കത്തെഴുതി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനം 5 കാര്യങ്ങൾ അത് അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല എന്നാണ്. എപ്പോഴാണ് ഖിയാമത്ത് നാളുണ്ടാവുക? അതിൽപ്പെട്ട ഒന്നാണ് എപ്പോഴാണ് മരണപ്പെടുക എന്നത്. അത് എപ്പോഴാണ് എവിടെ വെച്ചാണ് സംഭവിക്കുക എന്നറിയില്ല. അത് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആ കാരണത്താൽ ഹജ്ജിന് പോയില്ല. മദീനയിൽ തന്നെ ജീവിച്ചു. മദീനയിൽ തന്നെ മരണപ്പെട്ടു വഫാത്തായി. ജന്നത്തുൽ ബഖീൽ മഹാനവറുകളുടെ ഖബറുണ്ട്. അല്ലാഹുവേ, അവിടെ
അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. 5 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദീകരിച്ച് കടക്കുന്നില്ല. എന്റെ വിഷയം അതല്ല. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഒരു അവസരത്തിലാവാം. നമ്മുടെ വിഷയം മദീനയാണ്. മദീന മദീന മദീന. ആ മദീനയിൽ ചെല്ലണം. മനസ്സ് ആഗ്രഹിക്കുന്നില്ലേ മുഅ്മിനീങ്ങളെ? കൊതിക്കുന്നില്ലേ മുഅ്മിനീങ്ങളെ? ഒന്ന് അവിടെ എത്താൻ ആഗ്രഹമില്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്നായി ആമീൻ പറഞ്ഞു. ഏത് ആമീന അല്ലാഹ് സ്വീകരിക്കാന്ന് അറിയൂല. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിച്ചു തരട്ടെ.